ഇപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സിനിമയുടെ കാര്യം ഇവിടെ മിണ്ടി പോരുത്, ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്, ഉടനെ ജോലിക്ക് കയറുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, കുറച്ച് ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അല്ല, അന്താരാഷ്ട്ര സിനിമാ ലോകത്തെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് സിനിമകളൊക്കെ കാണാറുണ്ട്. തമാശ സിനിമ എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇൻട്രസ്റ്റെല്ലാർ, ഇൻസെപ്ഷനും പ്രിഡെസ്റ്റിനേഷനും കണ്ട് കിളി പറന്ന് സുബോധം നഷ്ടപ്പെട്ട ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സിനിമാ നിലവാരം എനിക്കൊന്ന് പരിശോധിക്കണം. തർക്കോവ്സ്കിയുടെ സോളാരിസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പേഴ്സോണ, അതും അല്ലെങ്കിൽ ഗോഡ് ഫാദറോ ഗുഡ് ഫെല്ലാസോ കണ്ടിട്ടുണ്ടോ? എന്താ, സിനിമ കാണാറില്ലേ? അതൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് സ്റ്റാർ മൂവീസിലേക്ക് വരുന്ന മിക്ക സിനിമകളും ഞങ്ങളിവിടെ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഏതാ മോളെ? ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടം HB ഡിലേറ്റ്. ഡിലേറ്റോ? അതെന്ത് ലൈറ്റാണ്? അതേതെങ്കിലും ഉത്സവപ്പറമ്പ് കിട്ടുന്ന ലൈറ്റ് ആയിരിക്കും. ടോം ക്രൂസിനെയും റോബർട്ട് പാറ്റിൻസനെയും ഒക്കെ മോൾക്ക് വലിയ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാറില്ല. എനിക്ക് ചില നിബന്ധനകളുണ്ട്. കല്യാണശേഷം ഹണിമൂണിനോ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ പോകാനൊന്നും സമയം ഉണ്ടാവില്ല. കല്യാണശേഷം വീട്ടിൽ കുബ്രിക്കിന്റെ ഷൈനിങ് എന്ന സിനിമ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ചെയ്തായിരിക്കും കുട്ടിയുടേത്. പുതിയ പുതിയ സീരീസുകളൊക്കെ വരികയാണല്ലോ. ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തതൊക്കെ കണ്ടു തീർക്കേണ്ടി വരും. ഒരു സിനിമാ പ്രേമിയുടെ ഭാര്യ എന്തു സഹിക്കാൻ പ്രാപ്തമായിരിക്കണം. ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഉണ്ട് ഹാങ് ഓവറിൽ ഞാൻ കുട്ടിയെ ആക്രമിക്കാൻ വന്നേക്കാം.